നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. മൂന്നാർ മേഖലയിലെ ഉയരം കൂടിയ മലകളിലൊന്നായ ചൊക്രമുടി സംരക്ഷിക്കണമെന്ന് കേരളത്തിലെ പരിസ്ഥിതി സംഘടനകൾ. നീലക്കുറിഞ്ഞികളും ജൈവ വൈവിധ്യവും കൊണ്ട് സമ്പന്നമായ ചൊക്രമുടിയിൽ വ്യാജ പട്ടയത്തിന്റെ മറവിൽ നടക്കുന്ന റിസോർട്ട് വൽക്കരണം ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് കൽപ്പറ്റ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിൽ സമാപിച്ച സെമിനാർ അഭിപ്രായപ്പെട്ടു. ലോ കാർഡ് ഗ്യാപ്പിലുള്ള പരിസ്ഥിതി നശീകരണം ഈ പ്രദേശത്തെ കാലാവസ്ഥയ്ക്കും മാറ്റം വരുത്തിയേക്കാം. മലമുകളിൽ നടക്കുന്ന നിർമ്മാണങ്ങളും ചെക്ക് ഡാമും ഉരുൾപൊട്ടലിന് കാരണമാകുന്ന ഭീതിയിലാണ് താഴ്വരയിലെ ബൈസൺ വാലി ഗ്രാമങ്ങൾ. നിലനിൽപ്പിനായി കർഷകരും ആദിവാസി സമൂഹവും നടത്തിവരുന്ന ചൊക്രമുടി സംരക്ഷണ പോരാട്ടത്തിന് സെമിനാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. MJ ബാബു വിഷയം അവതരിപ്പിച്ചു. വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മുൻ ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ്, മുൻ IAS ഉദ്യോഗസ്ഥൻ G ബാലഗോപാൽ, മുൻ SDMA അംഗം ഡോക്ടർ KG താര, ഡോക്ടർ S അഭിലാഷ്, ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഡോക്ടർ TV സജീവ്, ഡോക്ടർ V ഷക്കീല, N ബാദുഷ തുടങ്ങിയവർ വിവിധ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഇടുക്കി ജില്ലയിലെ ബൈസൺ വാലി ചൊക്രമുടി മലയിൽ നടന്ന ഭൂമാഫിയയുടെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നും അനധികൃത പട്ടയങ്ങൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. കഴിഞ്ഞ ശനിയാഴ്ച രമേശ് ചെന്നിത്തല ബൈസൺ വാലിയിലെത്തി കയ്യേറ്റ പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. CPI രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒത്താശയോടെ ചില വ്യക്തികളും റിസോർട്ട് മാഫിയകളും വളരെ വ്യാപകമായ കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ബൈസൺ വാലി പഞ്ചായത്തിൽ സർവേ നമ്പർ 27/1ൽപ്പെട്ട 40ഓളം ഏക്കർ ഭൂമിയാണ് റവന്യൂ വകുപ്പിന്റെ ഒത്താശയോടെ കയ്യേറിയിരിക്കുന്നത്. ഭൂപ്രദേശം ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള സ്ഥലമാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ഭയത്തോടെയാണ് പ്രദേശവാസികൾ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ഒറ്റമരം മുതൽ ഗ്യാപ്പ് റോഡ് വരെയുള്ള മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്നും ഇവിടെ അനധികൃതമായി വിതരണം ചെയ്തിട്ടുള്ള മുഴുവൻ പട്ടയങ്ങളും റദ്ദാക്കി റവന്യൂ ഭൂമി തിരിച്ചുപിടിക്കണമെന്നും കയ്യേറ്റക്കാർക്കെതിരെയും അവർക്ക് സഹായം നൽകിയ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും രമേശ് ചെന്നിത്തല കത്തിൽ സൂചിപ്പിച്ചു. സൈബർ ഇടങ്ങളിൽ കുറ്റകൃത്യം തടയാനുള്ള പദ്ധതികളുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കുറ്റകൃത്യം തടയുന്നതിനായി സൈബർ കമാൻഡോസ് പദ്ധതി ഒരുങ്ങുന്നതായി അമിത് ഷാ അറിയിച്ചു. ഡേറ്റ രജിസ്ട്രിയും സൈബർ കുറ്റകൃത്യങ്ങളും പങ്കുവയ്ക്കുന്നതിനുള്ള വെബ് പോർട്ടലും സജ്ജീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി ഓൺലൈനിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സജീവമായ ഇടപെടൽ നടത്തിയതിനുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പുരസ്കാരം ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരള പോലീസിന് സമ്മാനിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, സൈബർ ഓപ്പറേഷൻസ് വിഭാഗം SP ഹരിശങ്കർ എന്നിവർ ചേർന്നാണ് അവാർഡ് സ്വീകരിച്ചത്. തെലങ്കാന, കർണാടക, പഞ്ചാബ്, തമിഴ്നാട്, കേരളം എന്നീ 5 സംസ്ഥാനങ്ങളിലെ ധനകാര്യ മന്ത്രിമാർ പങ്കെടുക്കുന്ന കോൺക്ലേവ് ഇന്ന് തിരുവനന്തപുരത്ത്. 16ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട നിലപാടുകൾ തീരുമാനിക്കുന്നതിനാണ് ഈ കോൺക്ലേവ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്ര സർക്കാരിന്റെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവുമായ ഡോക്ടർ അരവിന്ദ് സുബ്രഹ്മണ്യൻ, മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി TM തോമസ് ഐസക്, കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ VK രാമചന്ദ്രൻ തുടങ്ങിയവരും വിശിഷ്ടാതിഥികളാവും. സംസ്ഥാനത്ത് RSSുമായി ബന്ധം കോൺഗ്രസിനെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPMന് RSSനെ പ്രീണിപ്പിക്കേണ്ട ഘട്ടമുണ്ടായിട്ടില്ല. ADGPയും RSS നേതാക്കളുമായി നടത്തിയ ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മാധ്യമങ്ങളെ അതിരൂക്ഷമായി കുറ്റപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. CPM കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും CPM നിർമ്മിച്ച 11 വീടുകളുടെ താക്കോൽ ദാനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ പ്രസംഗത്തിൽ എവിടെയും ADGP RSS കൂടിക്കാഴ്ച എന്തിനായിരുന്നു എന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി പരാമർശിച്ചില്ല. പിണറായി വിജയന് അഭിമാനമില്ലെന്നും പിണറായി ജീവിക്കുന്നത് BJPയുടെ സഹായത്തിലാണെന്നും ഇല്ലെങ്കിൽ എന്നേ ജയിലിൽ പോകുമായിരുന്നുവെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ. കോൺഗ്രസിന് RSS ബന്ധമുണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു സുധാകരൻ. സ്വന്തം പോരായ്മ മറച്ചുവെക്കാൻ വായിൽ തോന്നിയത് പറയരുതെന്നും ഒരു കോൺഗ്രസുകാരനും ഗോൾവാർക്കറുടെ മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമില്ലെന്നും CPM RSSന് വിധേയരാണെന്നും സുധാകരൻ വിമർശിച്ചു. എല്ലാ തരത്തിലും BJPയുടെ വിധേയനായി പിണറായി വിജയൻ മാറിയെന്നും കുടുംബത്തെ രക്ഷിക്കാനും ഭാര്യയ്ക്കും മക്കൾക്കും പണമുണ്ടാക്കാനും ഭരണത്തെ ദുരുപയോഗം ചെയ്തെന്നും KPCC പ്രസിഡന്റ് ആരോപിച്ചു.
സംസ്ഥാനത്തെ പോലീസിൽ വീണ്ടും മാറ്റം വരുത്തി സർക്കാർ ഉത്തരവ്. PV അൻവർ ആരോപണം ഉന്നയിച്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരനെ മാറ്റിയതുൾപ്പെടെ സംസ്ഥാന പോലീസിൽ അഴിച്ചുപണി നടത്തി. വിജിലൻസ് എറണാകുളം റേഞ്ച് SP ആയിട്ടാണ് ശശിധരനെ മാറ്റിയത്. AIG R വിശ്വനാഥിനെ മലപ്പുറം SP ആയി നിയമിച്ചു. മലപ്പുറത്തെ 8 DYSPമാരെയും മാറ്റിയിരുന്നു. കൂടാതെ CH നാഗരാജുവിനെ ഗതാഗത കമ്മീഷണറായും കൊച്ചി കമ്മീഷണറായ ശ്യാം സുന്ദറിനെ ദക്ഷിണ മേഖല IG ആയും നിയമിച്ചു. A അക്ബർ ക്രൈംബ്രാഞ്ച് IG ആയി തുടരും. അതേസമയം PV അൻവർ MLA നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന ADGP അജിത് കുമാറിന് മാത്രം മാറ്റമില്ല. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്തു നിന്നും S ശശിധരനെ മാറ്റിയതിന് പിന്നാലെ പ്രതികരണവുമായി KT ജലീൽ. മലപ്പുറം SP-യെ മാറ്റി 2ാം വിക്കറ്റും വീണു എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ മലപ്പുറം SP-യുടെ തൊപ്പിയിലെ പൊൻതൂവലുകൾക്ക് രക്തത്തിന്റെ മണമുണ്ടെന്നും കണ്ണീരിന്റെ നനവുണ്ടെന്നും വംശവെറിയുടെ വിഷമുണ്ടെന്നും പറയുന്നുണ്ട്. ഏറ്റവും അധികം കേസുള്ള ജില്ലയെന്ന അപഖ്യാതി മലപ്പുറത്തിന് ചാർത്തി നൽകിയ സുജിത് ദാസിന്റെ ഗതി എന്തായി എന്ന് ചോദിക്കുന്ന ജലീൽ, ഇനി തെറിക്കാനുള്ളത് വൻ സ്രാവിന്റെ കുറ്റിയാണെന്നും വൈകാതെ അതും തെറിക്കുമെന്നും ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയനാണെന്നും പോസ്റ്റിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ വീണ്ടും നിലമ്പൂർ MLA PV അൻവർ. സർക്കാരിന്റെ പ്രതിച്ഛായ മോശമാക്കിയത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇടപെടൽ ശരിയല്ലാത്തത് കൊണ്ടാണെന്നും കേരളത്തിലെ ജനങ്ങൾക്കും പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്കും നീതി ലഭ്യമാക്കാൻ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലുകൾ പരാജയമായിരുന്നുവെന്നും പാർട്ടിക്ക് അതിൽ ക്ഷീണമുണ്ടായിട്ടുണ്ടെന്നും അൻവർ പറഞ്ഞു. RSSുമായി ഡീൽ ഉണ്ടാക്കാൻ ADGP-യെ ചുമതലപ്പെടുത്തേണ്ട ഗതികേട് CPM-നില്ലെന്ന് MV ഗോവിന്ദൻ. CPM കോവളം ഏരിയ കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും CPM നിർമ്മിച്ചു നൽകുന്ന 11 വീടുകളുടെ താക്കോൽ ദാനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുന്റെ തെരച്ചിലിനായുള്ള ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ വീണ്ടും അനിശ്ചിതത്വം. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ 2 ദിവസം കൂടി കാത്തിരിക്കാനാണ് തീരുമാനം. ഗോവൻ തീരത്ത് 2 ദിവസം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കാറ്റ് അനുകൂലമല്ലെന്നാണ് വിലയിരുത്തൽ. ശക്തിയിൽ കാറ്റ് വീശുന്നത് ടഗ് ബോട്ടിന്റെ യാത്ര ദുഷ്കരമാക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഡ്രഡ്ജർ എത്തിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ടായത്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ ഇന്ന് ഡ്രഡ്ജർ പുറപ്പെടുമെന്നാണ് നേരത്തെ അറിയിച്ചത്. തൊണ്ടിമുതൽ കേസുമായി ബന്ധപ്പെട്ടുള്ള പുനരന്വേഷണത്തിനെതിരെ മുൻ മന്ത്രി ആന്റണി രാജു നൽകിയ ഹർജിയിൽ വാദം കേൾക്കൽ പൂർത്തിയായി. തെറ്റു ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. വ്യവസ്ഥയിൽ പരിശുദ്ധി ഉറപ്പാക്കിയേ മതിയാകൂ എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. കേസിൽ ഹർജികൾ വിധി പറയാനായി മാറ്റി. കോഴിക്കോട് കൊമ്മേരിയിൽ 6 പേർക്ക് കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം 53 ആയി ഉയർന്നു. ഇന്നലെ 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതിൽ രോഗം ബാധിച്ച 27 വയസ്സുള്ള യുവതിയുടെ നില ഗുരുതരമാണ്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് താൽക്കാലിക വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്കുള്ള വാടക ഓണത്തിന് മുൻപ് നൽകുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ അറിയിച്ചു. ഈ ലിസ്റ്റ് ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി, തഹസീൽദാർ, ഡെപ്യൂട്ടി തഹസീൽദാർ എന്നിവർ ഉൾപ്പെടുന്ന 3 അംഗ സംഘം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വയനാട്ടിലെ സിക്കിൾ സെൽ രോഗികൾക്ക് ആരോഗ്യവകുപ്പ് പ്രത്യേക ഓണക്കിറ്റ് നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. സിക്കിൾ സെൽ രോഗികൾക്ക് കഴിഞ്ഞ വർഷം മുതലാണ് ആദ്യമായി പ്രത്യേക ഓണക്കിറ്റ് ലഭ്യമാക്കിയത്. നിലവിൽ അവർക്ക് നൽകുന്ന ന്യൂട്രീഷൻ കിറ്റ് കൂടാതെയാണ് ഓണക്കിറ്റ് നൽകുന്നത്. സംസ്ഥാനത്ത് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഓണാഘോഷം ഉറപ്പാക്കി DGP. ഇതിനായി യൂണിറ്റ് ചീഫ്മാർ ഡ്യൂട്ടി ക്രമീകരിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ പരമാവധി അവസരം നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. സ്വകാര്യ വ്യക്തികളും വ്യാപാര സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുന്നതും റോഡിന്റെ വശങ്ങൾ ബാരിക്കേഡ് വെച്ച് കയ്യേറുന്നതും നിയമവിരുദ്ധമെന്ന് മദ്രാസ് ഹൈക്കോടതി. ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ എന്തെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നും സർക്കാരിനും പോലീസിനും കോടതി നിർദ്ദേശം നൽകി. 932 രൂപ മുതൽ ആരംഭിക്കുന്ന വിമാന ടിക്കറ്റുകളുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലാഷ് സെയിൽ ആരംഭിച്ചു. അടുത്ത വർഷം മാർച്ച് 31 വരെയുള്ള യാത്രകൾക്കായി സെപ്റ്റംബർ 16 വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളാണ് 932 രൂപ മുതലുള്ള എക്സ്പ്രസ് ലൈറ്റ് നിരക്കിൽ ലഭിക്കുക. മറ്റു ബുക്കിംഗ് ചാനലുകളിലൂടെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾ 1088 രൂപ മുതലുള്ള എക്സ്പ്രസ് വാല്യൂ നിരക്കിലും ലഭിക്കും. വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്ത് ചെക്ക് ഇൻ ബാഗേജ് ഇല്ലാതെ എക്സ്പ്രസ് ലൈറ്റ് നിരക്കുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് 3 കിലോ അധിക ക്യാബിൻ ബാഗേജ് നേരത്തെ ബുക്ക് ചെയ്താൽ സൗജന്യമായി ലഭിക്കും. കൂടുതൽ ലഗേജ് ഉള്ളവർക്ക് ആഭ്യന്തര വിമാനങ്ങളിൽ 15 കിലോ ചെക്ക് ഇൻ ബാഗേജിന് 1000 രൂപയും
അന്താരാഷ്ട്ര വിമാനങ്ങളിൽ 20 കിലോയ്ക്ക് 1300 രൂപയുമാണ് ഈടാക്കുക. ബിസിനസ് ക്ലാസിന് തത്തുല്യമായ എക്സ്പ്രസ് ബിസ് നിരക്കുകൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എല്ലാ പുതിയ ബോയിംഗ് 7378 വിമാനങ്ങളിലും ലഭ്യമാണ്.